കുറച്ചു നാളുകൾക്ക് ശേഷമാണ് മലയാളികൾക്ക് ഇങ്ങനെയൊരു പടം കിട്ടുന്നത്. ഒരു പ്ലസന്റ് പടം. ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും ഒന്നും പോയതുപോലും പ്രേക്ഷകൻ പോലും അറിഞ്ഞില്ല. പടം കണ്ടിറങ്ങുമ്പോൾ ആ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ അത് മറ്റൊരു ലെവലാണ്. ഈ ചിത്രത്തെക്കുറിച്ച് പ്രേക്ഷകർ പറയുന്നത് ഗിരീഷേടി റോംകോം. അത്രമാത്രമേ ബദലേം കുടുംബ യൂണിറ്റിനെ പറ്റി പറയാനുള്ളൂ. അത്രമേൽ മനസ്സ് നിറച്ചു. നിവിനെ ഗിരീഷേടി സോണിൽ കാണാൻ കാത്തിരുന്ന് കിട്ടിയപ്പോൾ നല്ല ഫീലിൽ എൻജോയ് ചെയ്ത് തന്നെ കണ്ടൊരു സംഭവം കിട്ടി. നിവിൻ പോളി അവതരിപ്പിക്കുന്ന ജസ്റ്റിൻ എന്ന കഥാപാത്രം, ജസ്റ്റിന്റെ അയൽപ്പക്കത്ത് പുതുതായി താമസം മാറി വരുന്ന മമിതയുടെ ആഷ്ലിയും കുടുംബവും, പിന്നെ അങ്ങോട്ട് അവരുടെ കണ്ടുമുട്ടലും കോമഡിയും എല്ലാം കൂടി നല്ല രസമാണ്. ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള കോമഡിയും പ്രായവ്യത്യാസം ഇല്ലാതെ റിലേറ്റബിൾ ആയിട്ടുള്ള കുറെ മൊമെന്റുകളും ഒക്കെ ആയിട്ട് ഷുവർ ഷോട്ട് സംഭവമാണ് ഗിരീഷ് പടച്ചുവിട്ടിരിക്കുന്നത്. തിയേറ്ററിൽ നിന്നും ഇറങ്ങി വരുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഫീലുണ്ട്. അടുത്ത കാലത്ത് ഒരു സിനിമയ്ക്കും തരാൻ പറ്റിയിട്ടില്ല. ഒത്തിരി ഇഷ്ടമായി എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രേക്ഷകർ ആദ്യ ഷോ കണ്ടിറങ്ങുമ്പോൾ പറയുന്നത്. ഈ ചിത്രത്തിലെ ഒരു കോമൺ സംഭവം എന്ന് പറയുന്നത് മമിത ബൈജുവിന്റെ ഈ അടുത്ത സിനിമകളാണ്. ഏജ് ഗ്യാപ്പിൽ ഒരു പ്രണയം. വിശ്വനാഥ് ആൻഡ് സൺസിൽ സൂര്യക്കൊപ്പം മമിത എത്തിയപ്പോൾ ഇത് തന്നെയായിരുന്നു, 20 വയസ്സിന്റെ ഏജ് ഗ്യാപ്പ്. ഇപ്പം നിവിൻ പോളിയോടൊപ്പം എത്തിയപ്പോൾ 10 വയസ്സിന്റെ ഡിഫറൻസ് ഇതിലും. ഈ രണ്ട് ചിത്രത്തിലും മമിത കലക്കിയിട്ടുണ്ട് എന്ന് പ്രേക്ഷകർ തന്നെ അടിവരയിട്ട് പറയുന്ന നിമിഷങ്ങൾ. അങ്ങനെ ചില കോയിൻസിഡൻസുകൾ പ്രേക്ഷകർ എടുത്തു കാണിക്കുമ്പോഴും ഈ ഒരു ചിത്രം മലയാളികൾക്ക് എത്രമാത്രം കണക്റ്റായി എന്നുള്ളതാണ് അവർ പറഞ്ഞു വെക്കുന്നത്. പ്രതീക്ഷിച്ചതുപോലെ ഒരു കുഞ്ഞ് മനോഹര സിനിമ, ബദലേം കുടുംബ യൂണിറ്റ്. ഒരു പക്ക ഗിരീഷേടി റൊമാന്റിക് കോമഡി. പൊതുവെ ഗിരീഷേടി സിനിമകൾ കാണുന്നത് അദ്ദേഹത്തിനോടുള്ള ഒരു ഇഷ്ടം കൊണ്ടാണ്. പക്ഷേ ഇത്തവണ ഇരട്ടി മധുരമാണ് നിവിൻ പോളി കൂടി അദ്ദേഹത്തിനൊപ്പം ചേർന്ന് വന്നതിൽ. അല്പം ആലങ്കാരികമായി പറഞ്ഞാൽ ഒരു നല്ല ഓണസദ്യ പായസം കൂട്ടി കഴിച്ചൊരു ഫീൽ. നിവിനെ നമ്മൾക്ക് കാണാൻ ഇഷ്ടമുള്ള ആ ഒരു എനർജിയിൽ കിട്ടിയപ്പോൾ തന്നെ പടത്തിനോട് ഒരു പോസിറ്റീവ് ഫീൽ വരുന്നുണ്ടായിരുന്നു. അതിന്റെ കുറെ നല്ലൊരു ഫീൽ ഗുഡ് തിരക്കഥ കൂടി ആയപ്പോൾ പിന്നെ പറയണ്ടല്ലോ. പിന്നെ മമിത അടിപൊളിയായിരുന്നു, ഒരിഷ്ടം തോന്നും. ഭയങ്കര ഓർഗാനിക് ആണ് ഇതിലെ ഹ്യൂമർ മൊമെന്റ്സുകൾ എല്ലാം. നിവിനും സംഗീതും റോഷൻ ഷാനവാസും ഷമീർ ഖാനും സുരേഷ് കൃഷ്ണയും ഉൾപ്പെടെ എല്ലാവരും വാ തുറന്നാൽ തന്നെ ചിരിക്കുകയാണ്. ജെൻസിയെയും ഫാമിലിയെയും ഒക്കെ ഒരുമിച്ച് എന്റർടൈൻ ചെയ്യിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. പിന്നെ നിവിൻ മമിത റൊമാന്റിക് സീനുകളും ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും ഒരേ രീതിയിൽ പിടിച്ചിരുത്തി. മിസ്സാക്കേണ്ട ആരും എന്നതായിരുന്നു മറ്റൊരു അഭിപ്രായം എത്തിയത്. ഈ അഭിപ്രായങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് ഓർമ്മ വരുന്നത്. ഫസ്റ്റ് ഹാഫ് പോലെ തന്നെ സെക്കൻഡ് ഹാഫും വന്നാൽ ഈ പടം ഷുവർ ഷോട്ട് ബ്ലോക്ക് ബസ്റ്റർ ആണെന്ന് പറഞ്ഞിരുന്നു. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഹാഫിനെ പോലെ തന്നെ സെക്കൻഡ് ഹാഫും അതേപോലെ ഫീൽ ഗുഡ് ആയിരുന്നു പടം. അത്രമേൽ പിടിച്ചിരുത്തുന്നതായിരുന്നു പടം. അത്രമേൽ സന്തോഷം നൽകുന്നതായിരുന്നു പടം. അങ്ങനെ ഗംഭീര പടമായി ഈ ചിത്രം മാറുകയാണ്. തുടക്കം മുതൽ അവസാനം വരെ ഒരേ ഫ്ലോ, ഒരേ ഹാപ്പിനെസ്. ഞാൻ ഈ പടം എത്ര തവണ കാണും എന്നെനിക്ക് തന്നെ അറിയില്ല. അതുപോലെ എന്റർടൈൻമെന്റ് ആണ്. ഓരോ സീനിലും കിടുവിറ്റുണ്ടാകും. അത് കേട്ട് നമ്മൾ ചിരിക്കുമ്പോൾ ആ സ്പോട്ടിൽ തന്നെ അടുത്തത് വരും. അതുപോലെ എത്ര സീനുകൾ. റൊമാന്റിക് കോമഡി സിനിമകൾക്ക് ക്ഷാമം ഉള്ള മലയാളത്തിൽ ഒരു ഒന്നൊന്നര പടം. നിവിന്റെ ഓരോ എക്സ്പ്രഷൻസ് കാണണം. ഇജ്ജാതി കിടു. മമിത അടിപൊളി. ബാക്കിയുള്ളവരെ കൂടി പറയണമെങ്കിൽ എല്ലാവരെയും പറയണം. എല്ലാവരും കിടുവായിരുന്നു. എല്ലാവർക്കും ഒരു മെമ്മറബിൾ സീനോ ഡയലോഗോ കാണും. അതുപോലൊരു പടമാണ് ബദലേം കുടുംബ യൂണിറ്റ്. ഈ പടം ഏതൊക്കെ റെക്കോർഡിടും എന്ന് പറയാൻ പറ്റില്ല. കാരണം ഏത് ഏജ് കാറ്റഗറി ആയാലും ആരായാലും എന്തായാലും